യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെയും ആഗോള ഊർജ്ജ സമവാക്യങ്ങളെയും പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ജർമ്മനി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിലും യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും ജർമ്മൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നതകൾ ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി നേതാവ് ആലിസ് വൈഡലിന്റെ പുതിയ പ്രസ്താവനകൾ ഈ തർക്കങ്ങൾക്ക് കൂടുതൽ എണ്ണ പകർന്നിരിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ പ്രകൃതിവാതക ഇറക്കുമതി അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന അവരുടെ ആവശ്യം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിനപ്പുറം വലിയൊരു നയതന്ത്ര ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു കാലത്ത് ജർമ്മനിയുടെ സാമ്പത്തിക കുതിപ്പിന് പിന്നിലെ പ്രധാന ഇന്ധനം റഷ്യയിൽ നിന്ന് വളരെ കുറഞ്ഞ ചിലവിൽ ലഭിച്ചിരുന്ന ഊർജ്ജമായിരുന്നു എന്ന് വൈഡൽ ശക്തമായി വാദിക്കുന്നു. വില കുറഞ്ഞ ഈ റഷ്യൻ വാതകമാണ് ജർമ്മൻ വ്യവസായ മേഖലയെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തമായ ഒന്നാക്കി നിലനിർത്തിയതെന്നാണ് അവരുടെ പക്ഷം. എന്നാൽ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ തകർത്തതുമെല്ലാം ജർമ്മനിയുടെ സാമ്പത്തിക അടിത്തറയെ ബാധിച്ചുവെന്ന് വലതുപക്ഷ ശക്തികൾ വിശ്വസിക്കുന്നു. ഉയർന്ന ഊർജ്ജ വില കാരണം രാജ്യത്തെ ചെറുകിട വൻകിട വ്യവസായങ്ങൾ പ്രതിസന്ധിയിലായ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വരാനിരിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം ലക്ഷ്യമിട്ടാണ് ഈ റഷ്യൻ അനുകൂല നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജർമ്മനിയിലെ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജനവികാരം മുതലെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം പുതുക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന സന്ദേശമാണ് ആലിസ് വൈഡൽ നൽകുന്നത്. ബെർലിന്റെ നിലവിലെ റഷ്യൻ നയങ്ങളിൽ സമ്പൂർണമായ മാറ്റം വരുത്താൻ ഈ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ സാധിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത് വിവാദപരമായ പൈപ്പ് ലൈൻ തന്നെയാണ്. റഷ്യയിൽ നിന്ന് നേരിട്ട് ജർമ്മനിയിലേക്ക് വാതകം എത്തിച്ചിരുന്ന ഈ പൈപ്പ് ലൈൻ തകർത്തതിന് പിന്നിലെ നിഗൂഢതകൾ ഇപ്പോഴും പൂർണ്ണമായും വെളിച്ചത്ത് വന്നിട്ടില്ല. ഈ പൈപ്പ് ലൈനുകളുടെ തകർച്ച ജർമ്മനിയുടെ ഊർജ്ജ പരമാധികാരത്തിന്മേൽ ഏറ്റ വലിയ പ്രഹരമായാണ് വൈഡലും അവരുടെ പാർട്ടിയും വിശേഷിപ്പിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ അന്ധമായി വിശ്വസിച്ചതിന്റെ ഫലമായാണ് ജർമ്മനിക്ക് ഈ ദുരവസ്ഥ ഉണ്ടായതെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നാറ്റോയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ജർമ്മനിയിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ജർമ്മനി റഷ്യൻ വിരുദ്ധ സഖ്യത്തിൽ നിന്ന് അല്പമെങ്കിലും പിന്നോട്ട് പോയാൽ അത് പാശ്ചാത്യ കൂട്ടായ്മയുടെ പരാജയമായി വിലയിരുത്തപ്പെടും. യുക്രൈന് നൽകുന്ന സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ജർമ്മനിയുടെ സ്വന്തം ഖജനാവ് ശൂന്യമാക്കുകയാണെന്ന ആക്ഷേപവും വലതുപക്ഷ നേതാക്കൾ പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ജർമ്മനിയിലെ സാധാരണക്കാരാണെന്ന വാദത്തിന് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഏറി വരികയാണ്. ജർമ്മനിയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചുള്ള ഈ ചർച്ചകൾ കേവലം ആഭ്യന്തര രാഷ്ട്രീയം മാത്രമല്ല, മറിച്ച് വരുംകാല യൂറോപ്യൻ രാഷ്ട്രീയത്തിന്റെ പുനഃക്രമീകരണത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. റഷ്യയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തുക എന്ന യൂറോപ്യൻ യൂണിയന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് ജർമ്മനിയിലെ ഈ ആഭ്യന്തര കലഹം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഹരിത ഊർജ്ജത്തിലേക്കുള്ള മാറ്റം പെട്ടെന്ന് സാധ്യമാക്കാത്ത സാഹചര്യത്തിൽ റഷ്യൻ ഇന്ധനത്തെ മാറ്റി നിർത്തുന്നത് ജർമ്മനിയെ കൂടുതൽ തളർത്തുമെന്ന ഭയം വ്യവസായികൾക്ക് ഉണ്ട്. ഈ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെയാണ് ആലിസ് വൈഡൽ തന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി കൃത്യമായി ഉപയോഗിക്കുന്നത്. റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന ഈ ആവശ്യത്തോട് നിലവിലെ ജർമ്മൻ ഭരണകൂടവും മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. തീവ്ര വലതുപക്ഷത്തിന്റെ ഇത്തരം നിലപാടുകൾ ജർമ്മനിയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുമെന്നും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അവർ വാദിക്കുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ വൈഡലിന്റെ ഈ പുടിൻ പിച്ച് അല്ലെങ്കിൽ റഷ്യൻ അനുകൂല നിലപാടിന് സാധിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. യൂറോപ്പിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ജർമ്മനിയിൽ നമ്മൾ കാണുന്നത്. ഫ്രാൻസിലും ഇറ്റലിയിലും ഹംഗറിയിലുമെല്ലാം റഷ്യയുടെ മൃദു സമീപനം പുലർത്തുന്ന അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നേതാക്കൾ ശക്തി പ്രാപിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയിലെ ഭരണമാറ്റ സാധ്യതകൾ യൂറോപ്യൻ യൂണിയന്റെ ഒത്തൊരുമയെ തന്നെ തകർക്കാൻ പോകുന്ന ഒന്നായി മാറിയേക്കാം. വൈഡലിന്റെ ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ ജർമ്മൻ പാർലമെന്റിലും തെരുവുകളിലും കൂടുതൽ വലിയ രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾക്ക് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.